മൂവാറ്റുപുഴ മാറാടിയിൽ പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരികെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പൂമറ്റത്തിൽ മറിയാമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 12 പവനോളം സ്വർണ്ണമാണ് മോഷണം പോയത്. ഈ സമയം ആകെ വീട്ടിലുണ്ടായ ജോലിക്കാരി മാത്രമാണ്. ജോലിക്കാരെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് മോഷണം നടത്തിയത്. വീടിന് പരിസരത്തുള്ളവരൊക്കെ പള്ളിയിൽ പോയ തക്കം നോക്കിയാണ് മോഷ്ടാവ് എത്തിയത്. അതുകൊണ്ട് തന്നെ വീടറിയുന്ന ആളെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. നാടിനെ ഞെട്ടിക്കുന്ന കവർച്ചയാണ് നടന്നത്. 86 വയസ്സുള്ള അവിവാഹിതയായ മറിയാമ്മയും തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയും മാത്രമാണ് വീട്ടിലുള്ളത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. സമീപത്തെ താമസക്കാരായ മറിയാമ്മയുടെ സഹോദരനും കുടുംബവും പള്ളിയിൽ പോയ സമയം വീട്ടിലെത്തിയ മോഷ്ടാവ് ജോലിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം മറിയാമ്മയുടെ വായിൽ തുണി തിരുകി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. 6 വളകളും മാലയും ഉൾപ്പെടെ 12 പവനോളം സ്വർണമാണ് മോഷ്ടിച്ചത്. കണ്ണു തുറന്നു നോക്കിയപ്പോ എന്റെ കട്ടില് ആരോ ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ ഇട്ടിട്ട് എന്റെ കൈയിട്ടുണ്ട് തിരിക്കുക. കഴുത്തെ കിടന്നത് ഊരി കയ്യെ കിടന്നത് വലിച്ചു ഊരി ഒത്തിരി കടുവിട്ടായാലും ഊരിയെടുത്ത് വയറ് തുണി ഇത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പെണ്ണ് അവൾക്കൊട്ടയുടെ അടിയും കൊടുത്ത് അവളെ അകത്ത് കയറ്റി വിട്ടു. മറിയാമ്മ ധരിച്ചിരുന്ന ഒരു കമ്മലും മോതിരവും കൂടി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ശ്രമം ഉപേക്ഷിച്ചു. പോലീസും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം. 11 പവനോളം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. കാരണം പട്ടാപ്പകല് ഇങ്ങനെ വീടുകളിൽ കയറി വന്ന് അടുത്ത ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വരുന്ന ഒരു പറ്റം ആൾക്കാർ മോഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ പോലീസ് ചോദ്യം ചെയ്തു. സൈബർ സെല്ലിന്റെ ഉൾപ്പെടെ സഹായത്തോടെ വിശദമായ അന്വേഷണം ആരംഭിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.